പറഞ്ഞുതരാം. നമ്മളെയൊക്കെ സുന്നിന്റെ മാലയുണ്ട്, മുജാഹിദിന്റെ മാലയുണ്ട്, എല്ലാം മാലയുണ്ട്. ഇവിടെ എന്റെ കയ്യിലുണ്ട് 5 വക ഷറഫാക്കപ്പെട്ട മൗലിദ് കിതാബാകുന്നു. അപ്പൊ ഞാൻ വലിയ ആവേശത്തിൽ കോഴിക്കോട് നിന്ന് ഒരു ബുക്ക് സ്റ്റാളിൽ നിന്ന് വാങ്ങി നോക്കുമ്പോ ഇത് ഷറഫാക്കപ്പെട്ട 5 വക മൗലിദ് കെ ഉമർ മൗലിയുടെ പേരുള്ള മൗലിദ് കിതാബാകുന്നു. സുന്നിയുടെ മൗലിദ് അല്ലതേ. അപ്പൊ എന്താ, അവരിത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ മൗലിദ് കഴിക്കാൻ പറ്റൂല, ആണ്ട് കഴിക്കാൻ പറ്റൂല, മൗലിദ് ഒന്നും മാലയൊന്നും പറ്റൂല. എന്നാ മുജാഹിദുകൾക്കോ അവരുടെ നേതാവിന്റെ മാല കഴിക്കുന്നത് കുഴപ്പമില്ല. എന്നിട്ട് അതിനെ പിടിച്ച് ന്യായീകരിക്കുക. നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ, കെ എം മൗലവി അന്തരിച്ചപ്പോ നിങ്ങൾ ഓർക്കണം, അയാളെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയോ നിങ്ങൾ? സുബ്ഹാനല്ലാഹ്, അയാളെ കുറിച്ച് പറയാ ഫനജ്മൻ ളാഅ ഫീ ദുലുമാതി ജഹ്ലി വബദ്റൻ ഫീ ദുജാ ബിദഇൽ ഗുലാതി. കെ എം മൗലവി എന്ന് പറഞ്ഞ ബദർ പൂർണ്ണ ചന്ദ്രനായിരുന്നു. നോക്കണങ്ങള്, നമ്മളെ മങ്കൂസ് മൗലിദിൽ അന്ത തത്ലഉ ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ ബൽ വാശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. അങ്ങനെ ചൊല്ലിയ വലിയ കുഴപ്പാ. മങ്കൂസ് മൗലിദ് ശിർക്ക് ബിദ്അത്ത് അനാചാരം. എന്തായാലും പറഞ്ഞത്, നക്ഷത്രങ്ങൾക്കിടയിൽ പൂർണ്ണ ചന്ദ്രനെ പോലെയാണ് നബിയെ അവിടുത്തെ ഉദയം എന്നാ നമ്മൾ റസൂലിനെ പറ്റി പറഞ്ഞത്. അത് ചൊല്ലാൻ പറ്റൂല. പിന്നെ കെ എം മൗലിയെ കുറിച്ച് എന്ത് പറയാ? ഫനജ്മൻ ളാഅ ഫീ ദുലുമാതി ജഹ്ലി വബദ്റൻ ഫീ ദുജാ ബിദഇൽ ഗുലാതി. കെ എം മൗലവി അത് ബദറായിരുന്നു, പൂർണ്ണ ചന്ദ്രനായിരുന്നു. മൂപ്പരെ പറ്റി പറഞ്ഞ തൗഹീദ്, റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞ അത് പറ്റൂല, നരകത്തേക്ക്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉമർ മൗലവിയെ അന്തരിച്ചപ്പോ ഉമർ മൗലവിയെ കുറിച്ച് മുജാഹിദുകൾ മാലയും ഇറക്കി മൗലിദും ഇറക്കി. അതല്ല, ആദ്യം ഞാൻ നിങ്ങൾ ചോദിച്ചത് അപ്പുറം കുറച്ച് സിയാദത്ത് കൂടി തരാം. നിങ്ങൾ മാല ചോദിച്ചോളൂ, ഞാൻ മൗലിദ് കൂടിയും പറഞ്ഞുതരാം. എന്താ, ഉമർ മൗലവി അന്തരിച്ചപ്പോ മൗലിദ് പറഞ്ഞ അതാണല്ലോ. ആദ്യം ഒരു ഹദീസ് ഉണ്ടാവും, പിന്നെ ഒരു ബെയ്ത്ത് ഉണ്ടാവും. നമ്മൾ സുബ്ഹാനല്ലദീ അസ്റാ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അന്തദത്തുലഉ ബൈനനാ കുറച്ച് പാട്ട്. അങ്ങനെയാണ് അതിന്റെ സംഗതി. എന്നാൽ ഉമർ മൗലവിയെ കുറിച്ചും അതേ കൂട്ടത്തിൽ അത്തൗഹീദ് മാസിക, മുജാഹിദിന്റെ മാസികയാണ്, 2004 ജനുവരി ലക്കത്തിൽ ഇറങ്ങിയ മാസികയിൽ കാണാം. കണ്ടോ, ആദ്യ ഹദീസ് കാന ശൈഖ് ഉമർ അഹ്മദ് മലൈമാരി ദാഇയതൻ കബീറൻ കറസ ഹയാതു ലിഖ്ദിമത്തിദ്ദീൻ വആലിമൻ ജരിയൻ ജാഹദ ബിൽ ലിസാനി വൽ ഖലമി അദാ അൽ ഹഖിദൂന അൻ യഖാഫ ലൗമത ലായിം വലാ യഖ്ലഉ ലിൽ മലായികതി വൽ മുദാഹന വകാന ഹമ്മുൽ അലാ ഫിൽ ഹയാതി റഫഅ റായത്തി തൗഹീദി ഫീ കുല്ലി നാഹിയ എന്ന് പറഞ്ഞ് വിശദമായ മൗലിദ്. അതങ്ങ് കഴിഞ്ഞപ്പോ അപ്പൊ തുടങ്ങി മുജാഹിദ് മൗലവിയുടെ മാലകൾ ഇങ്ങനെ, അല്ല മാലല്ല, അതിന്റെ അസല ബൈത്ത് മൗലിദാണ്. അതിലിങ്ങനെ വിശദമായ മൗലിദുകൾ ഇങ്ങനെ പറയാണ്. മാ കുന്തു ആമുലു റിഹലതം മിൻ ദാരി മിൻ ബഅദി മർകബി കല്ലഖീരി മദാരി. ഇത് പറഞ്ഞ് വിശദമായ മൗലിദ്. അതിൽ കാണാ അല്ലാഹു അംബതഹു നബാതൻ സ്വാലിഹാ മുതനസ്സിഹൻ അൻ കുല്ലി ഫിസ്ഖിൻ സാരി. ഉമർ മൗലവി എന്ന് പറഞ്ഞ ആരാന്നറിയോ? ഒരു യാതൊരു കറയും പുരളാതെ അള്ളാഹു പരമപരിശുദ്ധമായ രൂപത്തിൽ ഭൂമിയിൽ നിന്ന് മുളപ്പിച്ചതാകുന്നു. നമ്മളെന്തല്ല പരമപരിശുദ്ധമായ പന്നിമാംസം നോക്കിയിട്ടില്ല നിങ്ങൾ എന്നതുപോലെ പരിശുദ്ധമായ രൂപത്തിൽ മുളപ്പിച്ചതാകുന്നു. ഗുരുവിനെ പറ്റി ഷെയ്ഖുൽ മശായിഖ് അതൊക്കെ പറയാം. നമ്മള് യാ ശൈഖു യാ മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി വിളിക്കാൻ പാടില്ല, തെറ്റാണ്. ഇവർക്ക് ഇവരെ ശൈഖിന്റെ അങ്ങനെ പറഞ്ഞിട്ട് അവസാനം മസലം മാനി മിസില ഖലീലിഹി ലിതകൂന ഫീനാ ഉമ്മത്തൽ അഹ്റാരി. കെ എം മൗലവി എന്ന് പറഞ്ഞ ആരാന്നറിയോ? ഈ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെയാണ്. അതിൽ കുറഞ്ഞങ്ങട്ട് താഴോട്ട് ആരുമില്ല കെ എം മൗലവിന്റെ മറുത്ത പേരുണ്ട്. എന്താ